12-ാം തീയതി രാത്രിയിൽ നടത്തിയ പിറന്നാൾ ആഘോഷത്തിൽ കായംകുളം പോലീസ് അതിസാഹസികമായി പ്രതികളെ 8 പേരെ പിടികൂടിയിട്ടുണ്ട്. ഇവർ സാധാരണ ഒരു നിസ്സാര ഗുണ്ടകളൊന്നുമല്ല, ചെറിയ ഗുണ്ടകളൊന്നുമല്ല. ചിലർ കൊലക്കേസിലെയും ചിലർ കൊലപാതക കേസിലെയും പ്രതികളാണ്. അതിൽ വിഡോബ പൈസലാണ് കുപ്രസിദ്ധ ഗുണ്ടയാണ്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ വലിയൊരു സാമ്രാജ്യമാണ് കായംകുളം. അവിടെ തന്നെയുള്ള ഒരു കുപ്രസിദ്ധ ഗുണ്ടയാണ്. നിരവധി കൊലക്കേസുകളുടെ പ്രതിയാണ് വിഡോബ പൈസൽ. വിഡോബ പൈസലിന്റെ 32-ാം പിറന്നാൾ ആഘോഷമാണ് അവിടെ പുതുപ്പള്ളി കൂട്ടം വാതിക്കൽ പാലത്തിൽ വെച്ച് നടന്നത്. അവിടെ 8-9 പേരുണ്ടായിരുന്നു. അവിടെ മദ്യപാനം ഉണ്ടായിരുന്നു. റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തി വാഹനം കുറുകയിട്ട് ആയുധങ്ങളും മദ്യക്കുപ്പികളും മറ്റ് ലഹരി വസ്തുക്കളുമായിട്ടായിരുന്നു ഇവർ ഈ പിറന്നാൾ ആഘോഷം രാത്രി 10:30 നടത്തിയത്. പോലീസിന് വിവരം ലഭിച്ചിട്ടും ആദ്യമൊക്കെ തന്നെ പോലീസ് അങ്ങോട്ടേക്ക് എത്താൻ പോലും മടിച്ചു. കാരണം കഴിഞ്ഞ 2024 മാർച്ച് മാസവും മറ്റൊരു കുപ്രസിദ്ധ ഗുണ്ടയുടെ പിറന്നാൾ ഇതേ പാലത്തിൽ വെച്ച് നടന്നിട്ടും പോലീസിന് വിവരം ലഭിച്ചിട്ടും ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല. കാരണം പോലീസിന് പോലും ഇവരെ പേടിയായിട്ടുള്ള വലിയ നൊട്ടോറിയസ് ആയിട്ടുള്ള ഗുണ്ടകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഈ വിഡോബ ഫൈസലിനെ കൂടാതെ കായംകുളത്തെ യുവാവിനെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയും കുപ്രസിദ്ധ ഗുണ്ടയുമായ കായംകുളം മത്സ്യ മാർക്കറ്റിന് സമീപത്ത് താമസിക്കുന്ന നിസാമുദ്ദീൻ മകൻ പുട്ടജ്മലും കുപ്രസിദ്ധ ഗുണ്ടയാണ്. 27 വയസ്സുകാരനാണ്. പിന്നീട് കാപ്പ നിയമപ്രകാരം നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന കുപ്രസിദ്ധ ഗുണ്ട പത്തിയൂരിലെ ആഷിഖാണ്. ആഷിഖിന്റെ സഹോദരൻ ആദിലുമുണ്ട്. ഈ ആഷിഖും ആദിലും നേരത്തെ മയക്കുമരുന്ന് കേസിൽ കൂടി പ്രതികളായിട്ടുള്ളവരാണ്. പിന്നീട് പന്തപ്ലാവിൽ മുനീർ, ഒപ്പം തന്നെ മുജീബ്, പിന്നെ ഗോപൻ, അതുപോലെ തന്നെ ഉണ്ണിരാജ്, ആദിൽ, പ്രവീൺ, അനന്തകൃഷ്ണൻ എന്നിവരെയാണ് കായംകുളം പോലീസ് കഴിഞ്ഞ 12-ാം തീയതി രാത്രി പിടികൂടിയിട്ടുള്ളത്. ഇവർക്കെല്ലാവർക്കും